കരുവന്നൂർ വായ്പ തട്ടിപ്പ് കേസിൽ നേതാക്കളെ പ്രതിചേർത്ത ഇ.ഡി. നടപടിയിൽ ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങി CPM. നാളെ തൃശൂരിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിക്കും. പാർട്ടി PB അംഗം എ. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ഇന്നു ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെതാണ് തീരുമാനം. വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, ഈ പാവപ്പെട്ട ജനങ്ങളുടെ നിക്ഷേപങ്ങൾ അതാണല്ലോ അടിച്ചുമാറ്റിക്കൊണ്ടുപോയത്. ഇപ്പോൾ ജനകീയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ എത്ര ജനങ്ങൾ ഒരുമിക്കാനാണ് CPM-ന് കീഴിൽ കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ? കൃഷ്ണരാജ്, കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ തട്ടിപ്പ് കേസിൽ ഇ.ഡിയുടെ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം CPM സമാനതകളില്ലാത്തുള്ള ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഇന്നലെ തന്നെ ഈ കേസിലെ പ്രതികളും അതേപോലെ തന്നെ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള അവർ തന്നെ വ്യക്തമാക്കി. അതായത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും, അതായത് ഇ.ഡിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ജനകീയ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മെറിറ്റിലേക്ക് വരാതെ അവർ ജനങ്ങളെ ഈ വിഷയത്തിൽ, അതായത് കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും എതിരാക്കിക്കൊണ്ട് രംഗത്തിറക്കുമെന്ന് ഇന്നലെ തന്നെ അതിനൊരു സൂചനകളൊക്കെ തന്നെ ഈ AC മൊയ്തീനും അതേപോലെ തന്നെ MP ആയിട്ടുള്ള K. രാധാകൃഷ്ണൻ അടക്കം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് CPM-ന്റെ സെക്രട്ടേറിയറ്റ് കൂടി നാളെ ജനകീയ പ്രതിരോധ റാലിക്ക് തൃശ്ശൂരിൽ സംഘടിപ്പിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇ.ഡി ഈ കേസ് അന്വേഷിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ക്രൈംബ്രാഞ്ചും ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ കേസ് അന്വേഷണം എങ്ങും എത്തിയില്ല. ഇ.ഡി അതിൽ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകി. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നത നേതാക്കളിലേക്കടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരെ പ്രതി ചേർത്തുകൊണ്ട് രണ്ടാം ഘട്ട കുറ്റപത്രം നൽകിയിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ കേസിൽ തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ഓ പാർട്ടിയോ നേതാക്കളായ തങ്ങൾ ആരും യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു മുടന്തൻ ന്യായങ്ങൾ ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രവുമായിട്ട് CPM രംഗത്ത് വന്നിരിക്കുക. എന്തായാലും നാളെ PB അംഗമാണ് ഈ ജനകീയ പ്രതിരോധ റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കേസുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം CPM-ന്റെ നേതൃത്വത്തിൽ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിലാണ് ഈ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേഴ്വിയില്ലാത്ത വിധത്തിൽ ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൊള്ള നടന്നത്. ഈ AC മൊയ്തീൻ ഈ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുകൾക്ക് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം K. രാധാകൃഷ്ണൻ AC മൊയ്തീൻ മന്ത്രിയായി മാറിയതിനു ശേഷം K. രാധാകൃഷ്ണൻ CPIM-ന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുന്നു. ഈ കാലഘട്ടത്തിലും ഈ തട്ടിപ്പ് തുടർന്നു പോന്നു എന്ന് തന്നെയാണ് ഇ.ഡി കണ്ടെത്തിയിട്ടുള്ളത്. ഈ K. രാധാകൃഷ്ണന് ശേഷം M. വർഗീസും ഈ CPIM-ന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലും ഈ ഒരു തട്ടിപ്പ് തുടർന്നിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ തട്ടിപ്പ് നടന്നിരുന്നു. അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തട്ടിപ്പിനിരയായവർ പല ഘട്ടങ്ങൾ ആവലാതികളുമായിട്ട് CPM-ന്റെ ഓഫീസിൽ കയറി ഇറങ്ങിയപ്പോഴും ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് പാർട്ടി തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഇ.ഡി കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായിട്ട് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ.ഡിയുടെ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകിയതിനു ശേഷം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്ന CPM ജനകീയ പ്രതിരോധവുമായിട്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മറ്റൊരു തലത്തിലേക്ക് കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും എതിരെ ജനവികാരം തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് CPM നടത്തുന്നത്. അതേപോലെ തന്നെ ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതേപോലെ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലിലേക്ക് എത്തുന്നു. ഈ ഘട്ടങ്ങളിൽ വലിയൊരു പ്രതിരോധത്തിലായിരിക്കുന്ന പാർട്ടിയുടെ മുഖം രക്ഷിക്കുക, അല്ലെങ്കിൽ പാർട്ടിക്ക് യാതൊരു പ്രതിച്ഛായ കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് നാളെ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ജനകീയ പ്രതിരോധ റാലിക്ക് CPM തൃശ്ശൂരിൽ തയ്യാറെടുക്കുന്നത്. കൃഷ്ണരാജ്, ശരി. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ നേതാക്കളെ പ്രതി ചേർത്ത ഇ.ഡി നടപടിയിൽ ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങി CPM. ജനകീയ പ്രതിഷേധം അതെങ്ങനെയാകും എന്നിനി മനസ്സിലാകുന്നില്ല. കാരണം സാധാരണക്കായ മനുഷ്യരാണല്ലോ അവിടെ നിക്ഷേപിച്ചതും, പിന്നീട് അത്യാവശ്യത്തിന് പോലും പണത്തിന് ആവശ്യം വന്നിട്ട് പോലും അവിടെ ചെല്ലുമ്പോൾ അവരെയൊക്കെ ഒഴിവാക്കി വിടാൻ ശ്രമിച്ചതും, ആ ജനങ്ങൾ അണിനിരക്കുമോ CPM-ന് പിന്നിൽ? അതെങ്ങനെ ജനകീയ പ്രതിഷേധമാകും എന്ന ചോദ്യം പ്രസക്തമാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.